പതനാർബുദത്തിനെതിരെ സംസ്ഥാന വ്യാപക പോരാട്ടത്തിന് തുടക്കമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ക്യാൻവിൻ ദൗത്യം ആരംഭിക്കുന്നു. ഇത് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി സമയബന്ധിത ചികിത്സ ഉറപ്പാക്കി മരണനിരക്കും ഗുരുതര പ്രത്യാഘാതങ്ങളും കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഞങ്ങൾ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എറണാകുളം ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരു ഡോക്ടർ പ്രിയരഞ്ജ്, ഞാൻ IDA കൊച്ചിൻ്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പറാണ്. ഇത് ഡോക്ടർ നിക്കോളാസ്, സെക്രട്ടറി ഗ്രേറ്റർ കൊച്ചി ബ്രാഞ്ചിൻ്റെയാണ്. അത് ഡോക്ടർ ദിലീപ്, കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ്. ഇത് ഡോക്ടർ CV പുലയൻ, തൃപ്പൂണിത്തറ ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ്. അത് റോജി കുര്യാക്കോസ്, സ്മാർട്ട് സിറ്റി ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളോട് വന്നിരിക്കുന്ന IDAയുടെ ഒരു ക്യാൻവിൻ എന്നുള്ളൊരു പ്രൊജക്റ്റിനെ ലോഞ്ച് ചെയ്യുന്നതിനോട് സംബന്ധിച്ചിട്ടാണ്. നാളെയാണ് ആ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അത് കോഴിക്കോടാണ് അതിൻ്റെ ലോഞ്ചിങ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻ്റൽ ഡോക്ടർമാരിനെ ഈ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ എക്യുപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് പബ്ലിക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻ്റൽ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്ക്രീനിങ് പോലത്തെ ഒരു പ്രോഗ്രാമും അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിനുള്ള അഡ്വൈസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ കണ്ടന്റ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ, നമ്മളിത് ബേസിക് ആയിട്ട് നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ ഓറൽ ക്യാൻസറാണ്. സ്ത്രീകളിൽ അത് 2ാം സ്ഥാനമാണ്. പലപ്പോഴും ഇത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മരണങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കും എത്തിച്ചേരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ IDAയുടെ 7000ഓളം ക്ലിനിക്കുകൾ ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്ററുകളായിട്ട് മാറ്റുന്ന ഒരു പ്രോഗ്രാമാണത്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ഡോക്ടർമാർക്കും അതിനുള്ള ട്രെയിനിങ്ങും, അതായത് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു വേദനയായിട്ട് വന്നാൽ നമ്മൾ ചിലപ്പോൾ അത് മാത്രമായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് വരുന്ന ഓരോരുത്തരെയും ഈ ക്യാൻസറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള രീതിയിൽ എക്യുപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 7000 ക്ലിനിക്കുകളിൽ ഏകദേശം ഒരു 15 പേരോളം ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ പോലും ഓരോ ദിവസവും 1 ലക്ഷം പേരോളമാണ് ഒരു ഓറൽ സ്ക്രീനിങ്ങിന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പദ്ധതിയുടെ. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോപ്സി എടുക്കാനും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ റെഫർ ചെയ്യായിരിക്കും ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നാളെ VP ഗംഗാനൻ സാറ് കാലിക്കറ്റിൽ നടത്തുന്നത്.